ഫ്രണ്ട്സ്, അപ്പോൾ SLCക്കാർക്ക് ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി ഏകദേശം നമുക്ക് ടോട്ടൽ ഒരു 20 ദിവസമൊക്കെയാണുള്ളത്. ഞാനിത് കുറച്ചിട്ട് എടുത്തത്, നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു 22 ദിവസമൊക്കെ മാക്സിമം വരും. അപ്പോൾ ഒരു 20 ദിവസം നമ്മൾ ഏകദേശം ഒന്ന് കണക്കിലെടുക്കുകയാണ്. അപ്പോൾ 20 ദിവസമുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ലാംഗ്വേജും സയൻസ് സബ്ജക്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 40 മുതൽ 45 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സയൻസ് സബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 20 ചാപ്റ്ററൊക്കെ വരുള്ളൂ. ബാക്കിയൊക്കെ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 40 മുതൽ 45 വരെയുള്ള ചാപ്റ്റേഴ്സ് ഈ 20 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഈ 40 മുതൽ 45 ചാപ്റ്റേഴ്സ് നിന്നിട്ട് ആ ഒരു ഇതിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ഫസ്റ്റിന് പകരം ചിലവർക്ക് സാൻസ്ക്രിറ്റ്, ഉറുദു, അറബിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിലൊരു ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് ഇട്ടത്. ഓക്കെ, ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ചാപ്റ്റർ സയൻസ്, ഒരു ചാപ്റ്റർ ലാംഗ്വേജ്, ഈ രീതിയിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, ഇതിലേതെങ്കിലും സബ്ജക്റ്റിലെ ഒരു ചാപ്റ്റർ ഡെയിലി പഠിക്കുക. അതുപോലെ മലയാളം, ഹിന്ദി, അതുപോലെ ഇംഗ്ലീഷ്, ഇതിലെ ഒരു ചാപ്റ്റർ പഠിക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട്, മനസ്സിലായില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മിക്സിങ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്ന ദിവസം മലയാളം പഠിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക, കാരണം മാത്സ് കുറച്ച് ടഫാണ്, മലയാളം കുറച്ച് എളുപ്പമാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ടഫും ഈസിയും ഉള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾക്കത് ചേർക്കാം. അപ്പോൾ ഡെയിലി ഈ ഒരു പ്ലാൻ വെച്ച് നിങ്ങൾ പോയാൽ മതി. 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 40 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പമാണ്. കാരണം നമുക്ക് സയൻസ് ചാപ്റ്റേഴ്സ് ഒരു 20 എണ്ണമൊക്കെ വരുന്നുള്ളൂ, 19 എണ്ണം. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ലാംഗ്വേജിലാണ് വരുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഡെയിലി ഒരു 3 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം നമ്മൾ സയൻസിന് കൊടുക്കുക, കാരണം അതിനായിരിക്കും കൂടുതൽ ടൈം എടുക്കുക. പിന്നെ ബാക്കി കുറച്ച് ടൈം മതിയാവും ലാംഗ്വേജിൽ ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ടഫ് ആ രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഇപ്പോൾ കൃത്യമായിട്ട് ഇന്ന ദിവസം ഈ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ പഠിക്കണം എന്നുള്ള പ്ലാൻ ഞാൻ തരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള തരത്തിൽ, ഇപ്പം ചിലവർക്ക് മാത്സ് ഭയങ്കര ടഫാണ്, ചിലവർക്ക് എന്നാൽ ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ ടഫ്. ലാംഗ്വേജ് സബ്ജക്റ്റിൽ മാത്രം മാർക്ക് കുറയുന്നവരും ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ലാംഗ്വേജിന് കുറച്ചധികം ടൈം കൊടുക്കുക. ആ ലാംഗ്വേജ് ഏറ്റവും ടഫായിട്ടുള്ളൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് വെക്കുന്ന ഡേയിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു സയൻസ് സബ്ജക്റ്റ് ഉൾപ്പെടുത്താം. അതുപോലെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിക്കുന്ന ദിവസം ഏറ്റവും ടഫായിട്ടുള്ളൊരു സയൻസ് സബ്ജക്റ്റും ഉൾപ്പെടുത്താം. ആ രീതിയിൽ നിങ്ങളുടെ ഈസിയും ടഫും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാം. ഡെയിലി ഒരു ചാപ്റ്റർ സയൻസ്, ഒരു ചാപ്റ്റർ ലാംഗ്വേജ്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു 40 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ഒരു 2-3 ചാപ്റ്ററൊക്കെ ലാംഗ്വേജിൽ ബാക്കി ഉണ്ടാവും. ആ ചാപ്റ്റർ നിങ്ങൾ ഒന്നുകിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു 22 ദിവസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സോ ആ ഒരു ലാസ്റ്റിൽ ഡെയിലോ മറ്റോ പഠിച്ചു തീർത്താൽ മതി. ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയ കാര്യം, നമ്മളെല്ലാ ഞായറാഴ്ചയും, അപ്പോൾ ശനി എനിക്ക് ഉറപ്പ് പറയാമെങ്കില്ല, ചിലപ്പം ശനിയാഴ്ച നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഞായറാഴ്ച, സൺഡേ എന്ത് ചെയ്യാം, സൺഡേയും നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. എല്ലാ സൺഡേസിലും ഒരു ചാപ്റ്റർ സയൻസ്, അതുപോലെ ഒരു ചാപ്റ്റർ ലാംഗ്വേജ്, ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അത് കൂടാതെ നമുക്ക് സൺഡേയിലാണെങ്കിൽ കുറച്ചധികം ടൈം ഉണ്ടാവും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാനും, അതുപോലെ മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും എടുക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ളൊരു ടൈം കിട്ടും. ഈ ഒരു പ്ലാൻ ഏതൊരു കുട്ടിക്കും, ഇപ്പോൾ ട്യൂഷന് പോകുന്നൊരു കുട്ടിക്കാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ചാപ്റ്റർ സയൻസ്, ഒരു ചാപ്റ്റർ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമല്ലോ, അതിന് ശേഷം അന്ന് രാത്രി തന്നെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ബുക്ക് നോക്കിയിട്ട് റിവിഷൻ ചെയ്യലല്ല, ബുക്കൊക്കെ അടച്ചു വെച്ച് കാണാതെ പറഞ്ഞു നോക്കുക. ആ ഒരു രീതിയിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് ശീലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഈ സൺഡേയിലും നമ്മളൊരു റിവിഷൻ ടൈം കൊടുക്കുന്നുണ്ട്. സോ അപ്പോഴും റിവിഷൻ ചെയ്യുക. ആ ഒരു വീക്കിൽ പഠിച്ച ഫുൾ കാര്യങ്ങൾ ആ ഒരു ടൈമിലും കൂടി റിവിഷൻ ചെയ്യുക. ഇങ്ങനെ ഒരു റിവിഷൻ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകില്ല. നല്ല രീതിയിൽ തന്നെ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ
എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.